ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഇന്നിപ്പോൾ എംബ്രോയ്ഡറിയുടെ ക്ലാസ്സാണ്. അപ്പോൾ നമ്മളിത് ഇത്രയും സ്റ്റിച്ചസൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എംബ്രോയ്ഡറിയുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എംബ്രോയ്ഡറി ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സ്റ്റിച്ചസിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും സ്റ്റിച്ചസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മളൊരു പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് ലൈക്ക് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പൈഡർ വെബ് സ്റ്റിച്ചാണ്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്കതൊരു കൺഫ്യൂഷൻ തോന്നിയാലും സ്റ്റിച്ച് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. നല്ല അടിപൊളിയായിട്ടൊരു ഫ്ലവർ ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നമ്മൾ ഒരുപാട് നെക്കിലും സ്ലീവ്സിലൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് സ്റ്റിച്ചാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു 2 റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലൊരു 5 ലൈൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ സെൻറ്ററിലോട്ടായിട്ട് ഒരു 5 കാല് പോലെ വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മളൊരു 5 ലൈൻ ഇട്ട് കൊടുക്കുക. ഒരു ഫ്ലവറിൻ്റെ ഒക്കെ ഒരു ഡിസൈനായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നൂല് കോർത്തെടുത്തിട്ട് അതിനെ കെട്ടിട്ട് എടുക്കുക, നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ. അതിനുശേഷം ഇതുപോലെ 4 കാലുകൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സെൻറ്ററിൽ കുത്തിയിട്ട് അടുത്ത ഒരു ലൈനുമ്മലേക്ക് ഇതേപോലെ കുത്തി കൊടുക്കുക. പിന്നെ വീണ്ടും സെൻറ്ററിൽ കുത്തിയിട്ട് അടുത്തൊരു പോർഷനിലോട്ട് ഇതുപോലെ കുത്തി കൊടുക്കുക. ഇതുപോലെ നമുക്ക് 5 എണ്ണം കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ നടുക്കിൽ കൂടെ നമ്മുടെ ഈ ഒരു ത്രെഡിനെ എടുക്കുകയാണ് വേണ്ടത്. ഇനി നമ്മൾ ആ നടുക്കിൽ കൂടി എടുത്ത ത്രെഡ് ഉണ്ടല്ലോ, അത് ഓരോ നമ്മുടെ ലൈൻസിൻ്റെ മുകളിൽ കൂടിയും താഴെ കൂടി ആയിട്ട് ഇതേപോലെ ചുറ്റിയെടുക്കണം. അപ്പോൾ ആദ്യം താഴെ കൂടി എടുക്കുക, പിന്നെ അടുത്തതിന് മുകളിൽ കൂടി എടുക്കുക, പിന്നെ അടുത്ത സ്റ്റിച്ചിൻ്റെ താഴെ കൂടി എടുക്കുക. കാരണം ഒരെണ്ണം താഴെ നിന്ന് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അപ്പുറത്തന്നെ മുകളിൽ കൂടി ആയിട്ടാവും നമുക്ക് വരിക. അപ്പം അങ്ങനെ നമ്മൾ ഫുള്ള് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ നമ്മുടെ ആ ഒരു ഫ്ലവർ കിട്ടും. മുഴുവനായിട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ ഒരു സൈഡ് എത്തുമ്പോൾ അത് സൂചീനെ താഴേക്ക് കുത്തി ഇറക്കിയിട്ട് ബാക്ക് സൈഡിലായിട്ട് നമ്മൾ ചെറിയൊരു രീതിയിൽ കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ എംബ്രോയ്ഡറി ചെയ്യുന്ന സമയത്ത് ചെറിയ കെട്ടുകൾ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് വേറെ ഒരെണ്ണം കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ചുറ്റുന്നതെന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് സൂം ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഒരെണ്ണം താഴെ കൂടി എടുക്കുക, അപ്പോൾ അപ്പുറത്തിൻ്റെ മുകളിൽ കൂടിയാവും വരിക, പിന്നെ അടുത്തത് താഴെ കൂടി എടുക്കുക. അങ്ങനെ ചെയ്ത് പോകുമ്പോൾ ആണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് സെറ്റായിട്ട് വരിക. ഇത് നമുക്ക് വേണമെങ്കിൽ 2 കളറിൽ ചെയ്തെടുക്കാവുന്നതാണ്, അതല്ലെങ്കിൽ ഇതുപോലെ ഒരു കളറിലായിട്ടും ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോസിനെ പറ്റി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്